Knowledge Media. നമ്മുടെ സ്കൂളിലെ ഏറ്റവും നല്ല ഗായകനായ കുഞ്ചുവിന് സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കുഞ്ചുവിനായി ഇവിടെ ഒരു ചെറിയ ഉപഹാരം നൽകുകയാണ്. അതിനായി കുഞ്ചുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുതലാളി എന്നെ വിളിപ്പിച്ചത് എന്തിനാ? എടോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ഇറക്കുന്നതും വിളവെടുപ്പ് നടത്തുന്നതും ഞാനാണെന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന പോലെ തനിക്കും അറിയാലോ. വർഷങ്ങളായി താൻ എന്റെ കൃഷിപ്പണി നോക്കി നടത്തുന്നുമുണ്ട് അല്ലേ? അതെ മുതലാളി. ഇപ്പോ നമ്മുടെ കൃഷിയുടെ സ്ഥിതി തനിക്കറിയാമല്ലോ. വളരെ മോശം. മാത്രമല്ല തനിക്കും എന്നോടെന്തോ ഇഷ്ടക്കുറവ് പോലെ. എന്താ, കൂലി പോരാഞ്ഞിട്ടാണോ? അയ്യോ, ഇഷ്ടക്കുറവൊന്നുമല്ല മുതലാളി. കാലം കുറെ ആയില്ലടോ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നാം ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുകയും ചെയ്യുന്നു. ജോലിക്കാരുടെ ക്ഷാമം നമ്മുടെ നാടിന്റെ നട്ടലൊടിക്കുന്ന കോലത്തിലാക്കിയിരിക്കുന്നു. അധ്വാനിക്കാൻ ആരും തയ്യാറല്ല ഇന്നത്തെ കാലത്ത്. ആ കാലത്തിന്റെ ഒരു പോക്കേ. എന്താ ചെയ്യാ? കൃഷി ചെയ്യാതെ വന്നാൽ നമ്മുടെ നാട് പട്ടിണിയിലും ദുരിതത്തിലുമായി നശിക്കും. അയൽ സംസ്ഥാനങ്ങളിലെ ആളുകളുടെ അധ്വാനം കൊണ്ട് നാം ഇവിടെ സുഖിക്കുന്നു. അങ്ങനെ നമ്മുടെ കാശ് അവര് കൊണ്ടുപോകുന്നു. ഇവിടെ നാട്ടുപണികൾ ചെയ്യാൻ ആളില്ലാതായിരിക്കുന്നു. കുലത്തൊഴിൽ ഏറ്റെടുക്കാൻ പുതിയ തലമുറയെ കിട്ടാതായി. കഷ്ടം. നമ്മളിനി എന്തു ചെയ്യും? പാടത്തൊരുപാട് പണി ബാക്കി കിടപ്പുണ്ടല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ പോയിക്കോളൂ. ശരി മുതലാളി. നമ്മുടെ നാട്ടിലെ കാർഷിക രംഗത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പുതിയ പരീക്ഷണങ്ങളുമായി അമേരിക്കയിൽ നിന്നും പ്രൊഫസർ ഡിസൂസ ഇന്ന് കാലത്ത് കേരളത്തിലെത്തി. അദ്ദേഹം ഇപ്പോൾ പരീക്ഷണശാലയിലുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. മിസ്റ്റർ ഡിസൂസ, കേരളത്തിലെ ഇപ്പോഴത്തെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി എന്തൊക്കെ സംഭാവനകളാണ് ഈ പരീക്ഷണങ്ങളിലൂടെ കേരളത്തിന് താങ്കൾക്ക് നൽകാൻ കഴിയുക? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടാൻ പുതിയ തലമുറ തയ്യാറാവാത്തത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കാർഷിക മേഖലയാണ്. കൃഷിജോലികൾ ചെയ്യാൻ ആളില്ലാത്ത കാലത്ത് അത്തരം ജോലികൾക്കായി മൃഗങ്ങളെ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പരീക്ഷിച്ചു വരുന്നത്. ഏകദേശം 70% ഇതിൽ ഞാൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഇനിയുള്ള ദിവസങ്ങളിലായി ഈ പരീക്ഷണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഞാൻ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇവിടെ വനങ്ങളും ധാരാളം മൃഗങ്ങളുമുണ്ട്. മിസ്റ്റർ ഡിസൂസ, എന്തൊക്കെ ജോലികളാണ് താങ്കൾ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നത്? പ്രധാനമായും
തേങ്ങ പറിക്കൽ, ഞാറ് നടൽ, നിലം കിളക്കൽ, കൊയ്ത്ത് തുടങ്ങിയ കാർഷിക ആവശ്യങ്ങൾക്കുള്ള പരിശീലനമാണ് മൃഗങ്ങൾക്ക് ഞാൻ നൽകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കിയ ജന്തുക്കളെ ആവശ്യമുള്ള കൃഷിക്കാർക്ക് കരാറടിസ്ഥാനത്തിൽ നിശ്ചിത ഫീസ് ഈടാക്കി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ മൃഗങ്ങളെ കണ്ടെത്താൻ ഞാൻ നാളെ തെക്കൻകാട്ടിലേക്ക് പോകും. വളരെ നന്ദി മിസ്റ്റർ ഡിസൂസ, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. മുത്തച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി എല്ലാ പണികളും ചെയ്യാൻ ആളെ കിട്ടാതിരിക്കില്ല. ആ ഡിസൂസ ആള് മിടുക്കനാ. ശരിയാ, ജന്തുക്കളാവുമ്പോ മെരുങ്ങാൻ എളുപ്പമാ. നേരം വണ്ണം അനുസരിക്കും, മടിയും കാണില്ല. ഈശ്വര, പ്രൊഫസറുടെ പരീക്ഷണം 100% വിജയിക്കണേ. സാർ, ആരെയും കാണുന്നില്ലേ? സൈലന്റ്. ഓക്കെ സാർ. സാർ, നമ്മൾ ഈ തോക്കുകൊണ്ട് മൃഗങ്ങളെ മയക്കുവെടി വെച്ചാൽ അവറ്റുകൾക്ക് ബോധം വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ലേ? എടാ ലൂസേ, ഒച്ച വെക്കല്ലേ, മണ്ടത്തരം പറയാതെ. ശരി സാർ. അതാ അവിടെ ഒരു കൂട്ടം കാണുന്നു. അതെ, എടാ ലൂസേ, നീ ആ തൂക്കി ശരിയാക്കി ഉന്നം പിടി. ആ 4 പേരെയും ഒറ്റ റൗണ്ടിൽ വെടിവെച്ചിട്. ഓക്കെ സാർ. Come on. Okay. 1, 2, 3. എടാ മണ്ട, എല്ലാം നശിപ്പിച്ചില്ലേ? അതെന്താ? സോറി സാർ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ.